അപ്പോൾ എന്തായാലും ഇതുവരെ നമ്മൾ കണ്ടതും കേട്ടതും എന്താണ് ഗിരീഷ് നെയ്യാർ എന്നുള്ളതെന്ന്. ഇനി നമ്മൾ രാഷ്ട്രീയത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ കൊല്ലം രാഷ്ട്രീയത്തിലോട്ട് പാർശ്വ നിയമ മത്സരരംഗത്തിറങ്ങുകയാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് NDA ഈ ഒരു മത്സരരംഗത്ത് എന്താണ് പറയാനുള്ളത്? NDA സംബന്ധിച്ച് നമുക്കൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, നമുക്കറിയാം. നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പോഴൊക്കെ മാറാത്തത് മാറും എന്നുള്ളതാണ് നമ്മുടെ BJPയുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മുന്നോട്ട് വെക്കുന്ന 3 മുദ്രാവാക്യങ്ങളാണ്. നമുക്ക് എന്താണ് കേരളത്തിൻ്റെ സുരക്ഷിത കേരളം, അതുപോലെ തന്നെ വികസിത കേരളം, വിശ്വാസ സംരക്ഷണം. ഇങ്ങനെ 3 മുദ്രാവാക്യങ്ങളാണ്. വികസിത കേരളം, സുരക്ഷിത കേരളം, വിശ്വാസ സംരക്ഷണം. അപ്പോൾ വികസിത കേരളവും സുരക്ഷിത കേരളവും എന്ന് പറയുമ്പോൾ വികസിത കേരളം അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ മോദിജി ഇത്രയും കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസനങ്ങൾ, പക്ഷെ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ഇത് എത്തുന്നില്ല എന്നുള്ളതിനേക്കാൾ പറയുന്നതിന് കൂടുതൽ അനുയോജ്യമായ വാക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ, അല്ലെങ്കിൽ ഞാൻ പാർട്ടി പ്രവർത്തനം കള്ളിക്കാട് മേഖലയിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്കറിയാം. എൻ്റെ നാട്ടിലൊരു സ്വജൽധാര എന്ന് പറയുന്ന ഒരു പദ്ധതി, അന്ന് അടൽജിയുടെ ഗവൺമെൻറ്റായിരുന്നു, വാജ്പേയി ഗവൺമെൻറ്റായിരുന്നു. ആ സമയത്ത് ഒരു സ്വജൽധാര പദ്ധതി കൊണ്ടുവന്ന സമയത്ത് പോലും ഞാനും കൂടെ ഇരുന്ന മീറ്റിങ്ങിൽ ഇവർ എന്ത് ചെയ്തു, അതിനെ തുരങ്കം വയ്ക്കുകയാണ് ചെയ്തത്. കള്ളിക്കാട് അത് കൊണ്ടുവരാൻ സമ്മതിച്ചില്ല. കാരണം അവരുടെ, ഞാൻ കേട്ടതാണ്, അത് വന്നു കഴിഞ്ഞാൽ ഇത് ആരുടെ പദ്ധതി എന്നെന്ത് ചെയ്യും പറയും, അത് BJP ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്, അതെന്ത് ചെയ്യും, ഇവർക്കത് മോശമാണ്, അതുകൊണ്ട് അത് തുരങ്കം വെച്ചു. അപ്പോൾ റീസെൻ്റായിട്ട് തന്നെ ഇപ്പോൾ അമ്പൂരിയിൽ ശൂരവക്കാണി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെയുള്ള പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും അവിടെയുള്ള പാർട്ടി പ്രവർത്തകരൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെയാണ് BSNLൻ്റെ ഒരു ടവർ കൊണ്ടുവച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ എന്താണ് റേഞ്ചില്ല, ടവറിൻ്റെ മൂട്ടിൽ കൂടെ പോയാലും റേഞ്ച് കിട്ടുന്നില്ല, പിന്നെ എന്തിനാണ് അവിടെ ടവർ? അവിടെ ഒരു പാവപ്പെട്ട, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മുസ്ലിം കുടുംബമാണ് ആ ടവർ വയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഭൂമി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവരത് ലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ പാർട്ടിയുടെ ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോഴത്തെ ഭരണ കക്ഷിയിലുള്ള ആൾക്കാർ, അവിടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ അവരുടെ പദ്ധതിയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും അത് നടക്കാതെ വന്നപ്പോൾ അതിനെ മുടക്കുകയാണ് ചെയ്തത്. അങ്ങനെ വന്ന സമയത്താണ് ഇവരെല്ലാം കൂടെ എന്നോട് പറയുന്നത്. വർഷങ്ങളായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാനത് ഉടൻ തന്നെ ടേക്കപ്പ് ചെയ്തു, രാജീവേട്ടനോട് പറഞ്ഞു. രാജീവേട്ടൻ്റെ ഓഫീസ് വഴി അത് ടേക്കപ്പ് ചെയ്തപ്പോൾ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ വിളി വരികയാണ് BSNLൻ്റെ ഓഫീസിൽ നിന്നല്ല. അപ്പോൾ അതിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞതാണ് ഇവർ അതിനെ എന്ത് ചെയ്തു, ഇത് വച്ചിരിക്കുകയാണ്, സ്റ്റോപ്പ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അത് കാരണം അപ്പോൾ അവിടെ ഇവരുടെ നിസ്സാര ഇഷ്യൂ ആണ്. കാരണം അവിടെയുള്ള പാവപ്പെട്ട, അവിടെ 4G ഉണ്ട്, പക്ഷേ അവിടെയുള്ള സാധാരണ പാവപ്പെട്ട ആൾക്കാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഫോൺ ഇത് വർക്കാവില്ല. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് 3Gയുടെ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതവർ ചെയ്തു കൊടുത്തില്ല. കാരണം ടവറുണ്ട് അവിടെ, ഓക്കെ, പക്ഷേ റേഞ്ച് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ആരെ കുറ്റം പറയും? റേഞ്ച് കിട്ടിയില്ലെങ്കിൽ ആരായിരിക്കും അവർ കുറ്റം പറയുന്നത്? BSNL എവിടത്തെയാണ് അറിയാമല്ലോ. ഇതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനത് ഇൻവോൾവ് ചെയ്തതിൻ്റെ പുറത്ത് അവർ ഈ BSNLൻ്റെ ഉദ്യോഗസ്ഥരെല്ലാം അവിടെ സന്ദർശിക്കുകയും എനിക്ക് ഉറപ്പ് തരികയും ചെയ്തു, നമ്മളുടൻ തന്നെ അത് ആലപ്പുഴയിൽ നിന്ന് വരണം, 3G ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. എല്ലാം ഇപ്പോൾ അത് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ അത് എന്ത് ചെയ്യും. ഇതൊരു ഞാൻ പറഞ്ഞ 2 എക്സാമ്പിളാണ് എൻ്റെ ലൈഫിൽ നിന്ന്. അപ്പോൾ അതുപോലെ തന്നെ കേന്ദ്രത്തിൽ വരുന്ന പദ്ധതികളൊക്കെ ഇവിടെ എത്താതിരിക്കാനും, അല്ലെങ്കിൽ തന്നെ എത്തിയാൽ തന്നെ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കാനുമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു അറുതി വരുത്തണമെങ്കിൽ BJP കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് തന്നെ MLAമാരും MP-മാരും ഭരണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ശരിയായ രീതിയിൽ അത് പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ അവർ ഒരു പാലം ചെയ്തിട്ട് അവർ പറയുന്നത് കേരളത്തിൽ ആ അമ്പൂരിയിലെ ജനങ്ങളുടെ 50 വർഷമായിട്ടുള്ള സ്വപ്നമാണ് ഇവർ നടത്തിക്കൊടുത്തത്, കുമ്പിച്ചൽക്കടവ് പാലം. ഞാൻ ചോദിക്കുന്നതല്ല ഈ 50 വർഷത്തെ സ്വപ്നമാണ് നടത്തിയതെന്നല്ല, 50 വർഷത്തെ ആ തലമുറകളുടെ, ആ ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങളെയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്, നശിപ്പിച്ചിട്ടുള്ളത്. ഈ 50 വർഷം മുൻപേ അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന ഈ സൗകര്യങ്ങളാണ്, അതിനെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ പാലം ഞാൻ വിമർശിക്കലേ അല്ല, പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ തുറന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒരു പാലം ഉണ്ടാക്കുന്നു, റോഡുണ്ടാക്കുന്നു, ഇതൊക്കെ ആവശ്യം പോലെ ഫണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിനെ പ്രോപ്പറായിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയും പോലെ കൈയിട്ട് വരാതിരുന്നാൽ മതി.
മനസ്സിലായല്ലേ? ഇവരാരെങ്കിലും 1 രൂപ സ്വന്തം കയ്യിൽ നിന്നെടുത്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, നാട്ടിന് കൊടുക്കുന്നുണ്ടോ? എനിക്ക് എന്തെങ്കിലും 1 രൂപ എടുക്കാൻ പറ്റിയ അന്ന് മുതൽ എൻ്റെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, വേറെ ഒരാളുടെയും മേടിച്ചിട്ടല്ല, കയ്യിൽ നിന്നാണ് ഇതുവരെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ. അതൊന്നും നമ്മൾ പുറത്ത് പറയേണ്ട കാര്യങ്ങളില്ല, കയ്യിൽ നിന്നാണ് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവരുടെയൊക്കെ ലൈഫ് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം എൻ്റെ ലൈഫ് ഞാൻ മാറ്റിയവനാണ്. അതെൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, എന്നെ പല ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരിക്കും, പിന്നെ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കാം, വിധിയായിരിക്കാം. വിധി എനിക്ക് വൈപരീത്യങ്ങളോ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷേ അവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓവർകം ചെയ്ത് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഞാൻ എപ്പോഴും ദൈവത്തിന് നന്ദി പറയുകയാണ്.